അപ്പം വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും അതോടൊപ്പം ഞാൻ ഏറെ ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ പ്രായം കഴിഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഒത്തിരി ആളുകളുമായിട്ട് പല കാര്യങ്ങളും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഇതിലാണ് എനിക്ക് ഡോക്ടർ ഒലീനയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചർച്ച ചെയ്യാൻ ആദ്യമായിട്ടൊരു അവസരം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ മുമ്പില് ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോയി സമയം കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ മാഡം എന്ന് തന്നെ വിളിക്കുക, അല്ലെങ്കിൽ സമയം കൂടുതൽ നമുക്ക് നഷ്ടപ്പെടും. വിത്ത് പെർമിഷൻ അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പൊ മാഡം ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ ഈ വിവാഹ ദൂരത്ത് എന്ന് പറയപ്പെടുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മാഡം തന്നെ പറഞ്ഞൊരു സംഭവമാണ് അതിൽ ആദ്യം ഓർമ്മ വന്നത്. കാരണം വിസ്മയയുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ട്രയൽ നടന്നത് കൊല്ലം കോടതിയിലാണ്. ഈ കൊല്ലം കോടതിയില് ഈ ട്രയൽ നടന്നിട്ട് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്, ഈ പ്രതിക്ക് ശിക്ഷ വിധിക്കുന്ന ദിവസം. അപ്പൊ അന്ന് ആ ശിക്ഷ വിധിക്കുന്ന ദിവസത്തെ കൊല്ലം കോടതി കോമ്പൗണ്ട് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം കേരളം കണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ്. ആ ദിവസം നമ്മളെ കൈരളി TV അവരുടെ വലിയ വണ്ടിയൊക്കെ ആയിട്ട് അവിടെ ചർച്ചയ്ക്ക് വന്നു. ആ കൈരളി TVയില് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും അതോടൊപ്പം പിന്നെ എനിക്ക് തോന്നുന്നു വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു തോന്നുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ. ആ സമയത്ത് അപ്പൊ ആ ചർച്ചയില് അന്ന് ഈ ശിക്ഷ വിധിക്കുന്നത് 11 മണിക്കാണ് കോടതി കയറുന്നത്. അപ്പൊ അതിന് ഏതാണ്ട് 8:30 മണിയായപ്പോൾ തന്നെ ഇവര് ഈ സംഭാഷണം തുടങ്ങി, ഈ ചർച്ച തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ഓരോ ചർച്ചകൾ വരുമ്പോൾ പ്രതിക്ക് ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ശിക്ഷിക്കപ്പെടാൻ ചാൻസ് ഉണ്ടോ, കിട്ടിയാൽ എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഓരോ ആംഗിളില് ഇങ്ങനെ ഞങ്ങളെ 4 പേരെയും ഈ കരയുന്ന അമ്മയും അച്ഛനെയും ഒക്കെ കാണിച്ചുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് കൈരളി TV അന്ന് ഈ ചർച്ച നടത്തുന്നത്. ആ ചർച്ച നടത്തുന്ന സമയത്ത് ഇങ്ങനെ ശിക്ഷ വിധിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പോ എന്റെ അടുത്ത് ചോദിച്ചു എന്ത് ശിക്ഷയാണ് കിട്ടും, എങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ രീതിയിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കോടതി ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ശിക്ഷ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോ അതിനകത്ത് പിന്നെ കൃത്യമായി ഇത് ചർച്ച നയിച്ച ആള് കൃത്യമായി പറഞ്ഞു, അതന്റെ വക്കീൽ അധികം പറഞ്ഞ കണക്ക് തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അച്ഛൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് ഇത്രയും ഇടപാട്, ഈ പണ ഇടപാടുകൾ നടത്തിയത്, ഈ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞത്, ഇങ്ങനെയുള്ള സ്വർണം കൊടുത്തത്, ഇനി കൊടുക്കാമെന്ന് പറഞ്ഞത് എന്നെല്ലാം ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് നമ്മുടെ ഈ ചർച്ചയുടെ ആധാരം. അദ്ദേഹം പറഞ്ഞത് സ്ത്രീധനം കൊടുക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ആ ചർച്ച എങ്ങനെയായിരുന്നു? അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ വനിതാ വേദി ചർച്ച നടത്തിയെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ വന്നിരിക്കുന്ന നമ്മുടെ ചെറുമക്കൾക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നം മൊത്തം നമുക്കാണ്. ഈ പ്രശ്നം മൊത്തം വന്നിരിക്കുന്നത് നമ്മളിലേക്കാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് എവിടെയോ തെറ്റുന്നു. ആ ചിന്താധാര എന്ന് പറയപ്പെടുന്നത് മാഡം പറഞ്ഞതുപോലെ കമ്പോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഇതിലൊന്നല്ല, വിവാഹത്തിലൊന്നല്ല, അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ, പള്ളിപ്പെരുന്നാളുകളിൽ എല്ലാം ദൈവത്തിനെ തോൽപ്പിച്ച് കമ്പോളവൽക്കരണം നമ്മളെ പിടിച്ചടക്കി. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസ്കോ ഡാൻസ് ഇട്ട് അമ്പലത്തിൽ ഉത്സവം നടത്താവുമെന്ന് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെ റോഡുകൾ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് പള്ളിപ്പെരുന്നാളുകൾ നടത്തിയാണ്. ഇതെല്ലാം നമ്മൾ നശിപ്പിച്ചു കളയുന്നത് പണമാണ്. ഇവിടെ പലതര ഇതാ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള അസമത്വം, സാമ്പത്തിക ഇല്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത് നമ്മൾ അറിയേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും നമ്മൾ ഈ പറയുന്ന കണക്ക് സി കേശവനും മഹാത്മാഗാന്ധിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടും ഈ അച്യുതമേനോനും ഒക്കെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മൾ
നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് പോലും നമ്മൾ അടിയറവ് വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ നമ്മൾ ഭയപ്പെടുകയാണ്. നമ്മുടെ ചിന്താധാര പോലും നാളെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. നമ്മൾ എന്തു പഠിക്കണം, എന്താണ് കമ്പോളവൽക്കരണം എന്ന് പഠിക്കേണ്ടത് ഞാനല്ല എന്ന് നിർദ്ദേശിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് നമ്മുടെ ചിന്താധാര ആർക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ചർച്ചയിൽ മാഡം പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു നോക്കേണ്ടത്, മാഡം പറഞ്ഞ ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടാവും. കാരണം അവസാനം പറഞ്ഞ കാര്യത്തിൽ വിയോജിക്കണമല്ലോ, എങ്കിലല്ലേ നമുക്കൊരു ചർച്ചയ്ക്ക് എഴുതുള്ളൂ. മാഡം പറഞ്ഞ അവസാനം പറഞ്ഞ പോയിന്റിൽ ഞാൻ വിയോജിക്കുന്നു. നമ്മുടെ ചെറുമക്കളെ ഉപദേശിക്കേണ്ട കാര്യമില്ല, നിങ്ങളെയാണ് ഉപദേശിക്കേണ്ടത്. അതുകൊണ്ട് ഈ മീറ്റിംഗ്, ഈ കൺവെൻഷൻ നടത്തിയവരോട് ഞാൻ അതിനുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരം അൽസാദ് എന്ന് പറയപ്പെടുന്ന വലിയ കല്യാണങ്ങൾ നമ്മുടെ ഈ കസ്റ്റമറി രീതിയിൽ ആളുകൾ ചിന്തിക്കപ്പെടുമ്പോൾ ഏറ്റവും വലിയ കല്യാണം നടക്കുന്ന ഹാളിലേക്ക് നമ്മളെ കല്യാണം നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് നമ്മളെ കമ്പോളവൽക്കരണം പഠിപ്പിച്ചു വെച്ചേക്കുക. നിങ്ങൾ ഇന്ന സ്ഥലത്തെ കല്യാണം നടത്താവോ? എത്രയോ സ്ഥലങ്ങളുണ്ട്. കെട്ടിടങ്ങൾ കൊട്ടി അതിനകത്ത് AC-യും വെച്ച് വലിയ എമൗണ്ടുകൾ, ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ കല്യാണം നടക്കാവൂ എന്ന് നമ്മളെ പഠിപ്പിക്കുക. അവിടെ കല്യാണം നടത്താവോ? ആ ഹാളിലെ കല്യാണം നടത്താവൂ. ഇവിടെ എത്രയോ പാർക്കുകൾ ഇതായിപ്പോ ഇവിടെ വന്നു കയറിയപ്പോ എന്ത് സന്തോഷം. ഓപ്പൺ എയർ, ഫ്രീ ആയിട്ട് കാറ്റുണ്ട്. മാഡം പറഞ്ഞതുപോലെ മാഡത്തിന് എന്തോ പഴയകാല ഓർമ്മകൾ തിരിച്ചു വന്ന സ്ഥലം, PSC പഠിപ്പിച്ച സ്ഥലം. ഇങ്ങനെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ എത്രയോ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ കല്യാണം നടത്തിയിട്ടില്ല. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളുണ്ട്, കടലിന്റെ തീരങ്ങളുണ്ട്, കായലിന്റെ തീരങ്ങളുണ്ട്, ലേക്കുകളുടെ തീരങ്ങളുണ്ട്. ഇവിടൊക്കെ നമുക്ക് കല്യാണം നടത്താൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഇന്നലെ കല്യാണം നടത്തിയിരിക്കുന്നത്, അയലത്തുകാരൻ കല്യാണം നടത്തിയിരിക്കുന്നത് അൽസാജിലാണെങ്കിൽ ഞാൻ അവിടെ നടത്തും. അതാണ് നമ്മുടെ ആദ്യത്തെ പോളിസി. മാറണ്ടേ? ഇതാണ് മാറേണ്ടത്. ഈ അൽസാജിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കല്യാണത്തിന് ചെന്നപ്പോ അവിടെ ഇങ്ങനെ ഇത് വിളമ്പി വെച്ചേക്കുക, ആഹാര പദാർത്ഥങ്ങൾ വിളമ്പി വെച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു കല്യാണം. ഞാൻ 2 കല്യാണം ഈ അടുത്ത സമയത്ത് പങ്കെടുത്തു. ഒന്ന് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം ജില്ല, മാഡം ഒക്കെ സ്ഥിരമായി വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഒരു കല്യാണത്തിന് പങ്കെടുത്തു. പിന്നെ കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റമായ ഒരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് പങ്കെടുത്തു. ഈ 2 കല്യാണങ്ങളുമാണ് എനിക്ക് ഈ ചർച്ചയിൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് പറഞ്ഞു തന്നത്. ഈ തിരുവനന്തപുരത്ത് അൽസാദിൽ പങ്കെടുത്ത കല്യാണത്തിനകത്ത് ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ചിക്കന്റെ പല ഐറ്റങ്ങള്, മട്ടന്റെ പല ഐറ്റങ്ങള്, ബീഫിന്റെ പല ഐറ്റങ്ങള് ഇങ്ങനെ വന്നിട്ട് ഇപ്പോ ഒരൈറ്റവും കൂടെ വന്നു, ഒട്ടക ഇറച്ചി എന്ന് എഴുതിച്ചു. അപ്പം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്റെ മകളുടെ കല്യാണത്തിന് നടത്തണം, എന്റെ മകന്റെ കല്യാണത്തിന് നടത്തണം എന്നത് വിചാരിച്ചിട്ട് ഒട്ടക ഇറച്ചി പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി ഒരു കല്യാണത്തിനുള്ളതാ. അത് ബോർഡ് വെച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് കഴിക്കണം ഇത് ഇങ്ങനെ ബോർഡ് വെച്ചേക്കാണ്. പരസ്യം പോലെ കമ്പോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഇവന്റ് മാനേജ്മെന്റ് നിശ്ചയിക്കും. അവർ പറയുന്നത് പ്രകാരം ബോർഡുകൾ എഴുതി വരി നിന്ന് ക്യൂ നിന്ന് നമ്മൾ കഴിക്കണം. പണ്ട് എന്റെ വീട്ടില് മാഡം സ്വപ്നം കണ്ടൊരു സാധനമാണ്, 3-ൽ കൂടുതൽ പെൺമക്കൾ ഉണ്ടാവണം, അല്ലേ? 3-ൽ കൂടുതൽ മക്കൾ ഉണ്ടാവണമെന്ന്. എനിക്ക് 5 സഹോദരിമാരാ. 5 സഹോദരിമാരുടെ മൂത്ത മോളുടെ കല്യാണം നടക്കുമ്പോൾ ഒരു വീട്ടിൽ എന്റെ അച്ഛൻ കല്യാണം വിളിക്കാൻ ചെന്നപ്പോ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്, മോക്ക് എന്തോ കൊടുക്കുന്നെന്ന് ചോദിച്ചതാരാ? സ്ത്രീയാണ് ചോദിച്ചത്. അപ്പോ കമ്പോളവൽക്കരണം സ്ത്രീയെ, മാഡം പറഞ്ഞതുപോലെ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കമ്പോളവൽക്കരണം നടത്തപ്പെടുന്നതെങ്കിൽ സ്ത്രീയാണ് ഉത്തരവാദിയും. ഞങ്ങൾ പാവം ആണുങ്ങൾ അതിനകത്തില്ല. നിങ്ങൾ സ്ത്രീകളാ ചോദിക്കുന്നേ. ആ വീട്ടിൽ പുരുഷനുണ്ട്. പുരുഷൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചില്ല. എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, മകൾക്ക് എന്ത് കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അച്ഛൻ ഒറ്റപ്പാക്കിൽ പറഞ്ഞു, കെട്ടിത്തൂക്കുന്ന സാധനത്തിന്റെ വെയിറ്റ് കണക്കാക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഡിഗ്രി അവക്കുണ്ട്,
അത് ഞാനങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യയിലെ ആദ്യമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ IIT ഡോക്ടർ എടുത്തിട്ട് സ്ത്രീയാണ് കല്യാണം കഴിപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി എന്തോ കൊടുക്കണം? കൊടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ C. കേശവന്റെ നാട്ടിൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ ഇടയിൽ ഞങ്ങൾ വളർന്നതുകൊണ്ട് ഞങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരായി മാറി. ഇതിന്റെ ഇടയിലാണ് അച്ഛന്റെ കുടുംബം, അതുകൊണ്ട് ഞങ്ങൾ പുരോഗതിയിലേക്ക് വന്നു. അതാണ് ചരിത്രം. ആ സാംസ്കാരിക നായകന്മാരുണ്ട്. ഈ സാംസ്കാരിക നായകന്മാരെ പറ്റി നിങ്ങളുടെ അടുത്ത തലമുറ പഠിക്കില്ല. അതുകൂടെ നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലാക്കണം. ഏതാ ഇനി വരുന്ന കാലഘട്ടത്തില് നിങ്ങള് ശ്രീനാരായണ ഗുരുവിനെ തിരിച്ചറിയില്ല, C. കേശവനെ തിരിച്ചറിയില്ല, CV കുഞ്ഞിരാമനെ തിരിച്ചറിയില്ല. നമുക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് നമ്മൾ ചില സാധനങ്ങളിൽ പോയി സൈൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ചില ചുറ്റുപാടുകൾ നമ്മൾ പുനർചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ചുറ്റുപാടിൽ മനസ്സിലാക്കണം. ഇവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിത് പറഞ്ഞുതരൂ. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 5 പെണ്ണുങ്ങള് ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചെങ്കിൽ അച്ഛനൊരു സാധാ സർക്കാർ ജീവനക്കാരൻ, അമ്മയ്ക്ക് ജോലിയില്ല, വീട്ടമ്മ, 5 പെൺമക്കളെ ഇതേ കണക്ക് വളർത്തി വിദ്യാഭ്യാസമായി എല്ലാവരെയും അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു വിടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ കുടുംബം വഹിച്ച ത്യാഗം എന്താണ് എന്ന് നോക്കുമ്പോൾ സഹകരണ ബാങ്കിൽ അവസാനവും ലോൺ കിടക്കിയ മരിച്ചതിന് ശേഷവും ആ ലോൺ വീട്ടിയിട്ട് ആ പ്രമാണം ഞാൻ ഇന്നും തിരിച്ചെടുത്തിട്ടില്ല. കാരണം അച്ഛന്റെ ഓർമ്മ ആ ബാങ്കിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നും ലോൺ വീട്ടിയിട്ട് അതിന്റെ ഗഹാൻ പിൻവലിച്ചു മേടിക്കാതെ അവിടെ തന്നെ ഇട്ടേക്കുക, അവിടെ തന്നെ കിടക്കട്ടെ. മനസ്സിലായി? എത്രയും പാടുപെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ കല്യാണത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഒരു കല്യാണത്തിന് ഞാൻ പോയി. രണ്ടും വലിയ പണക്കാരാണ്. ഈ ക്ലയൻസ് നമ്മളുമായിട്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റും. കല്യാണത്തിന് പോയപ്പോ ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും വളരെ കൂടുതൽ കാശുള്ളവരാണ്. ഈ 2 വീട്ടുകാരും കൂടെ ചേർന്ന് ഒറ്റ കോമൺ ആയിട്ടാണ് കല്യാണം നടത്തുന്നത്. അപ്പൊ നമുക്ക് വിവാഹ ചെലവ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു എളുപ്പം 2 പേരും കൂടെ ചേർന്ന് ഒരുമിച്ച് കല്യാണം നടത്തുന്ന ഒറ്റ ഹാളും മതി. അങ്ങനെ നടത്തുന്ന കല്യാണത്തിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ 2 പ്രധാനപ്പെട്ട മുതലാളിമാര്, 2 വളരെ കൂടുതൽ കാശുണ്ട് എന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന 2 ആളുകളുടെ കല്യാണത്തിന് പങ്കെടുത്തിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇവിടെ എന്ത് വെറൈറ്റി ഫുഡ് തരും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. കാരണം അവരുടെ നമ്മൾ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കാൻ ഒട്ടകയിറച്ചി വേണമെന്നാണ് ട്രിവാൻഡ്രം പഠിപ്പിച്ചത്. ആ സ്ഥലത്ത് നിന്ന് ഞാൻ പോകുമ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത് അവിടെ ഒട്ടകയിറച്ചിയാണെങ്കിൽ അതിൽ ഒരാളെ ഉള്ളു പണം, ഇവിടെ 2 പേരും പണക്കാരാണ്. ഇവിടെ നിന്ന് എന്ത് തരം ഇറച്ചിയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാണപ്പെടാൻ വയ്യാത്ത ഇറച്ചിയൊക്കെ കാണാനും അല്ലെങ്കിൽ ഫുഡ് കാണാനും ഫുഡ് ഐറ്റം കാണാനും വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുക. അങ്ങനെ കല്യാണം ഒരു മുസ്ലിം കല്യാണമാണ്. മുസ്ലിം കല്യാണത്തിൽ നിക്കാഹാണ്. ആ നിക്കാഹ് കല്യാണം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ തലയിലും കെട്ടിയ ഒരു മുസ്ലിയാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കല്യാണം നിക്കാഹ് കഴിയുമ്പോൾ തീരുമല്ലോ, നമുക്ക് മുസ്ലിങ്ങൾക്ക് താലികെട്ട് വേണ്ടല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞു. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 3/4 ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാരും പറഞ്ഞു കിട്ടി. ആർക്കെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തേക്കണേ എന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് പറയിച്ചു. എല്ലാവർക്കും കിട്ടിയത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ഇതേ തരുന്നുള്ളൂ. ഏതാ? എല്ലാരെയും മുഖം ഒന്ന് വാടി വലുതായിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ. ഈ പറഞ്ഞ കണക്ക് 3/4 ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടി, അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടു ഒന്നുമില്ല. മുഖം പാടി നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയല്ലേ പോയത്. അപ്പോഴത്തേക്ക് വീണ്ടും അദ്ദേഹം പറയാ, അത് അവര് 2 പേരും കൂടെ ചേർന്ന് കല്യാണത്തിന് മുമ്പ് ഒരു പ്ലാനിങ് നടത്തും. ഈ കല്യാണം ഞങ്ങളുടെ സ്റ്റാറ്റസിൽ നടത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 21 ലക്ഷം രൂപ വേണം. അത് കുറവാണെന്ന് എനിക്ക് പറഞ്ഞു. 21 ലക്ഷം രൂപ ചെലവാക്കി വേണം ഈ കല്യാണം നടത്താൻ. ഈ കല്യാണം ഞങ്ങളുടെ ചുറ്റുപാടും 21 വീട്ടുകാർ അസുഖം ബാധിച്ചിട്ട് ചികിത്സ ചെയ്യാൻ തയ്യാറാകാതെ ചികിത്സയ്ക്ക് പണമില്ലാതെ വേദനിക്കുന്ന 21 പേരുണ്ട്. അതുകൊണ്ട് ഈ 21 ലക്ഷം രൂപയും ഓരോ ലക്ഷം രൂപയായിട്ട് 21 പേർക്ക് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഈ 2 ഫാമിലിയും കൂടെ ചേർന്നിട്ട്
21 ലക്ഷം രൂപ 21 പേർക്ക് കൊടുത്തു, 21 പേരെ വിളിച്ചു. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, വയറ് നിറഞ്ഞോ? ഇരുന്നൂരടുത്ത് ചോദിച്ചു, എല്ലാരും ചാടി എണീച്ചിട്ട് വയറ് നിറഞ്ഞു എന്നാ പറഞ്ഞ. നമ്മളൊന്നും അത്ര മോശക്കാരല്ല, നമ്മുടെ മനസ്സൊക്കെ നല്ലതാണ്. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരു കുഴപ്പമാണ് നമുക്കുള്ളത്. അതാണ് മാറ്റേണ്ടത്. അത് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. 21 ലക്ഷം രൂപ 21 പേർക്ക് കൊടുത്തു. അത് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇപ്പോ നമ്മളിപ്പോ മതപരമായിട്ട് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ദൂർത്ത് വരുന്ന കല്യാണം നടക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലാണ്. പക്ഷേ ഈ റസൂലുണ്ടല്ലോ, മുഹമ്മദ് നബി ഈ കമ്മ്യൂണിറ്റിയിൽ പ്രകാശം കൊണ്ടുവരപ്പെടാൻ വേണ്ടി ശ്രീനാരായണ ഗുരുവിനെ കിടക്ക് വന്നതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? 6-ാം നൂറ്റാണ്ടില് അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഒക്കെ വരുമ്പോ അദ്ദേഹം വന്നിട്ട് എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കി തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് ഈ സമൂഹം വളരെ അധിഷ്ഠിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിന്നൊരു സമൂഹത്തിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞതാ, നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റും ആരെങ്കിലും ആഹാരം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കാതെ നിങ്ങൾ ആഹാരം കഴിക്കാൻ പാടില്ല എന്നാ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിന് ഈ മുഹമ്മദ് നബി കണക്കും പറഞ്ഞിട്ടുണ്ട്, ആ ചുറ്റളവ് അളന്നിട്ടുണ്ട്. 41 പേരെന്നാ പറഞ്ഞിട്ട് നമ്മൾ അളക്കുന്നത്. ഏതാ? നിങ്ങളുടെ ചുറ്റുപാടും വടക്കോട്ട് നോക്കുമ്പോൾ അവിടെയുള്ള 41 പേര്, തെക്കോട്ട് നോക്കുമ്പോൾ അവിടെയുള്ള 41 പേര്, പടിഞ്ഞാറ് കിഴക്കോട്ട്, അങ്ങനെയാണ് അന്നത്തെ അളവെടുത്തത്. ഏതാ? അപ്പൊ 4 ചുറ്റുപാടുകളിലും കൂടെ 41 വെച്ച് വരുമ്പോൾ എത്ര വരുന്നുണ്ട്? 40, 80, 160, 164 പേർക്ക്. അപ്പോ എന്റെ വീട്ടിൽ ഞാൻ ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് ആ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പുവരുത്തണം, എന്റെ ചുറ്റുപാടും താമസിക്കുന്ന 164 പേർക്ക് ഇതേപോലെ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ, അവരുടെ ഷെയറെ നമ്മൾ കഴിക്കാവൂ എന്നാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കപ്പെടാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട മുഹമ്മദ് നബി പറഞ്ഞത്. ആ മുഹമ്മദ് നബി പറഞ്ഞ അതിന്റെ പിന്തുടർച്ചക്കാർ കല്യാണം നടത്തുമ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതാ ശ്രദ്ധിക്കണം? ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതാ. ഇത് തന്നെയല്ലേ എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു മതത്തിന്റെ ഇത് തേടിപ്പോയാലും ക്രിസ്ത്യൻ മതത്തിന്റെ ഇത് തേടിപ്പോയാലും ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ നടത്തുന്ന അമ്പലങ്ങളിലെ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഒക്കെ കോടിക്കണക്കിന് രൂപ, ഈ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു എന്നല്ല, ഫിനാൻഷ്യൽ ലൈബിലിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള മാത്രമല്ല, എൻവയോൺമെന്റൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കല്യാണം നടക്കുമ്പോ, സാധാരണ ഒരു കല്യാണം നടക്കുമ്പോ ആ കല്യാണം നടന്നു കഴിയുമ്പോൾ 10,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ ഒരു ചെറിയ കല്യാണ വീട്ടിന്റെ ചുറ്റുപാടും ഇല്ലാതാക്കുന്നത്. 10,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കല്യാണം നമ്മളെ വീട്ടിന്റെ ചുറ്റുപാടും ഇറക്കി വിടുമ്പോൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ പ്രവർത്തിക്കുമ്പോ നമ്മൾ എത്ര മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം? വേണ്ടേ? ഇല്ലെങ്കിൽ വലിക്കും. അതാ നമുക്ക് കൂടുതൽ വലിവ് വന്നേക്കുന്നത്. ഈ വലിക്കുന്നതേ ഓക്സിജൻ കിട്ടത്തില്ല, മരങ്ങളില്ല, ഇത് പിടിച്ചെടുക്കാൻ മരങ്ങളില്ല. അതുകൊണ്ടാണ് നമുക്ക് വലിവുള്ളത്, അല്ല നമ്മുടെ ആരോഗ്യ പ്രശ്നമല്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ കല്യാണങ്ങളുടെ ഈ രീതിയിലുള്ള രീതി മാറ്റണം, അത് അനിവാര്യമാണ്. പിന്നെ അതേപോലെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പൊ എനിക്ക് മാഡം പറഞ്ഞ എല്ലാ പോയിന്റുകളും ഓർമ്മ വരുന്നുണ്ട്. ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില് എത്ര കൊല്ലം പഠിച്ച കുട്ടിയാണ് അണ്ടി, അല്ലെ? അത് സൂയിസൈഡ് ചെയ്തത്. ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞപ്പോ അവൻ ഇത്ര കിട്ടിയാലേ കല്യാണം കഴിക്കത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടി പഠിക്കുന്നതിന്റെ ത്യാഗം നമുക്കറിയാം, അതേന്ന് പറഞ്ഞ് ജീവിച്ചിട്ടാ. പക്ഷെ ഞാൻ ഈ കാലഘട്ടത്തിലെ കുട്ടികളെ മനസ്സിലാക്കി നോക്കിയപ്പോ കുട്ടികൾക്ക് മാഡം പറഞ്ഞ അവസാനത്തെ ലൈൻ തെറ്റാണ്. എപ്പോ വിവാഹം വേണം എന്ന് അവർക്ക് തോന്നുന്നോ അപ്പോ കല്യാണം നടത്തട്ടെ, നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമുക്കുള്ള കുഴപ്പം എന്താ അറിയാം? പെൻഷൻ പറ്റിയ നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമോ എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം റോൾ മോഡലാ. എന്നെ കണ്ടേ നീ ജീവിക്കാവൂ എന്നാ പറയുന്ന, എന്നെ കണ്ടേ നീ ജീവിക്കാവൂ എന്നാ പഠിപ്പിക്കുന്ന. ചെറുമോളെടുത്ത് പറയുന്നത് രാശിമാടം പറയുന്നുണ്ട്, ഞാൻ എങ്ങനാണോ അതേ കണക്കെ വേണം. ഒരു 2 കഥ പറഞ്ഞു വിടുക്ക്, 2 കവിത പറഞ്ഞു വിടുക്ക്, അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക.
നമ്മുടെ വിവരത്തിന്റെ 10 ഇരട്ടി വിവരം അവർക്കുണ്ട്. കാര്യങ്ങളെ പറ്റി 10ാം ക്ലാസ്സിൽ അവർക്ക് വിവരമുണ്ട്, 10 വയസ്സിലും വിവരമുണ്ട്. മെജോറിറ്റിയൊക്കെ മാറ്റണം, ഇതെല്ലാം മാറ്റേണ്ട കാലം കഴിഞ്ഞു. അവർക്ക് അത്രയും വിവരമുണ്ട്. അത്രയും വിവരം ഉള്ളപ്പോഴാണ് നമ്മൾ എന്നിട്ട് എന്നെ കണക്ക് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒന്ന് എല്ലാ കുടുംബത്തിലെയും പ്രശ്നങ്ങൾക്ക് ആധാരം. അപ്പൊ അമ്മാവി അമ്മയുടെ റോളിൽ വരുന്ന സ്ത്രീ, അമ്മാവിയപ്പനെ ഞാൻ പറയുന്നില്ല, അമ്മാവിയപ്പനയുടെ റോളിൽ വരുന്ന സ്ത്രീ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? എന്നെ കണക്ക് തന്നെ അവൾ ജീവിക്കണമെന്ന്. ആര്? മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന എന്നെ കണക്ക് തന്നെ ജീവിക്കണം എന്ന് നിർബന്ധിക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? ആഗോളവൽക്കരണമൊക്കെ തുടങ്ങാൻ പോകുന്ന കാലഘട്ടത്തിലൊക്കെ ജനിച്ചതും മരിച്ചതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്ന കണക്ക് ഇപ്പോ ആഗോളവൽക്കരണം വന്ന് അതിന്റെ കുറെ നേട്ടങ്ങളും അതിന്റെ മറ്റു മേഖലകളും ഒക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരടുത്താണ് നമ്മൾ ഈ പറയുന്നത്. അവർക്കൊന്നും മനസ്സിലാക്കില്ല. അതുകൊണ്ട് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. അങ്ങനെ അവര് പറയും, എന്തിനാ നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്നത്? എല്ലാ ദിവസവും എന്റെ കഴി കൊണ്ട് ഞാൻ ഒരാളെ ഒഴിപ്പിച്ചിട്ടാ വരുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് ചെയ്തില്ല, നാളെ ചെയ്യുന്നുണ്ട്. കാരണം ഇസ്ലാമിക നിയമത്തിലെ ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട വിധി അടുത്ത സമയത്ത് പറഞ്ഞു, മുസ്ലിം പെണ്ണിന് എപ്പോ ഒരു പുരുഷനെ വേണ്ടാന്ന് തോന്നുന്നു അപ്പോ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എനിക്ക് നിന്നെ വേണ്ട, ഐ ഡൈവോഴ്സി എന്ന് 3 പ്രാവശ്യം എഴുതിയിട്ട് അടിയിൽ ഒപ്പിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ പുല്ലെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് സുപ്രീം കോടതി അംഗീകരിച്ചു. മെനഞ്ഞാന്നത്തെ കേരളാവധി പത്രം എടുത്ത് നോക്കിയ സുപ്രീം കോടതി കേരള ഹൈക്കോടതി വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് നോക്കാം, ഒരാളിന്റെ സമ്മതം വേണ്ട, ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ സമ്മതം വേണ്ട, ഒന്നും വേണ്ട. മുസ്ലിം സ്ത്രീക്ക് ഒരു പുരുഷനെ ഒഴിയണമെന്നുണ്ടെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ എന്തെങ്കിലും പേരിൽ ഒരു മുസ്ലിം സ്ത്രീക്കെതിരെ അമ്മാവിയമ്മയോ ഭർത്താവോ വീട്ടുകാരോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ വെള്ള പേപ്പർ എടുത്തിട്ട് ഇന്ന കാരണങ്ങളാൽ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല, ഇന്ന് നോട്ട് നീ എന്റെ ഭർത്താവല്ല എന്നും മലയാളത്തിൽ എഴുതി പേരും എഴുതി ഒപ്പിട്ട് അടിയിൽ 2 സാക്ഷികളുടെ പേരും എഴുതി അത് ഒപ്പിടേണ്ട. ആണുങ്ങളായിരിക്കണം, പെണ്ണുങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കരുത്. അത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു കണ്ടീഷൻ. അതും കൂടെ എഴുതി അങ്ങ് കൊടുത്താൽ പോസ്റ്റിൽ അയച്ചു കൊടുക്കുക. ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നില്ല സാറേ, സ്ഥിരം ഞങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുക. ഇതിനാണ് അതാ മേനക്കാനത്തെ പത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. പ്രകാരം മുസ്ലിം സ്ത്രീക്ക് ഒഴിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ പറയുന്നുണ്ട്, സ്ത്രീയായിട്ട് ജനിക്കുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീയായിട്ട് ജനിക്കണം. കാരണം ഒഴിയാൻ എളുപ്പമാ. ഹിന്ദു സ്ത്രീ ഒഴിയണമെന്നുണ്ടെങ്കിലേ കോടതി കയറി നടക്കണം. ഇല്ലെങ്കിൽ അവൻ സമ്മതിച്ചിട്ട് നമുക്ക് ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യണം ഒരുമിച്ച്. അതൊക്കെ പാടാ. ഇന്നൊരെണ്ണമുണ്ട്, വലിയ പ്രശ്നം, ഭയങ്കര അടിയും പിടിയാ. എന്നിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് അവൻ പറയാം, ഇന്ന കേസ് കാശ് 80 പവൻ അവന്റെ ഇരിക്കുക, 80 പവൻ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജോയിന്റ് പെറ്റീഷനിൽ സൈൻ ചെയ്യാം. ഇതാ ശരി, 80 പവൻ കൊടുത്തിട്ടുണ്ട്. ഈ 80 പവൻ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതിനോടൊപ്പം ജീവിക്കാൻ വയ്യ, യാതൊരു കാരണവശാലും ജീവിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് അവൻ ബാർഗൈൻ ചെയ്യുന്ന അതിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഗതി കെട്ടിട്ട് 80 നീ കിട്ടുന്നതും മേടിച്ച് ചിലപ്പം തീർക്കാൻ വിചാരിക്കും. കാരണം ജോയിന്റ് പെറ്റീഷനിലാണെങ്കിലേ പെട്ടെന്ന് ഒഴിയാൻ പറ്റൂ. അവിടെയാണ് കുലായുടെ വ്യവസ്ഥ അറിയുന്നത്. ഇത് അള്ളാഹ് പറഞ്ഞു വെച്ചതാ. മുസ്ലിം ആണുങ്ങൾ ഇത് പുറത്തോട്ട് ഇറക്കിയില്ല, പറഞ്ഞു കൊടുത്തില്ല. കേരള ഹൈക്കോടതി കണ്ടുപിടിച്ച് പുറത്തിറക്കി. അത് ഞങ്ങള് 100 കണക്കിന് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോ അവിടെ ഒരു ആമിക്കസ് ക്യൂറിയെ വെച്ച് പഠനം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഇസ്ലാമിലുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് പെണ്ണായിട്ട് ജനിച്ചാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് മുസ്ലിം വിഭാഗത്തിലാണ്. കാരണം ഞാൻ അതിന്റെ ഗതികേട് അറിഞ്ഞതാ. എന്റെ അടുത്ത് കൂട്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ വന്നു. 3 പെൺകുട്ടികളാ. 3 പേരെയും കണ്ടാൽ വളരെ സൗന്ദര്യങ്ങളാണ്. നമ്മുടെ ഈ ഇത് പരസ്യത്തിനൊക്കെ നിൽക്കാൻ പറ്റിയ ആ രീതിയിൽ ഉള്ള നല്ല പെൺകുട്ടികളാണ്. പക്ഷെ പണമില്ല. അവർക്ക് 10 പവനൊക്കെ വീതം കൊടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്ക് സ്ത്രീധനത്തിന്റെ പ്രശ്നം, കല്യാണം നടത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രശ്നം, ഓരോന്ന് വരിയായിട്ട് ഒരു ഉമ്മ തലയും മുണ്ടുമൊക്കെ ഇട്ട്, മോനെ ഇത് എവക്ക് അങ്ങനെ വേണ്ട, എങ്ങനെങ്കിലും ഒഴിഞ്ഞു വന്നാൽ. പക്ഷെ അന്ന് കുല ഉണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കോടതികൾക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഞങ്ങൾ ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്താണ് അവസാനം ഇങ്ങനെ വന്നത്. കുല കൊടുക്കുമ്പോൾ കോടതി തള്ളിത്തരും. പിന്നെ ഒഴിയണമെങ്കിൽ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി തന്ന മുസ്ലിം ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ആക്ടിലെ 1939 കണക്ക് വെച്ച് നമ്മൾ ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്യുമ്പോൾ ഹിന്ദുക്കൾക്ക് ഫയൽ ചെയ്യുന്ന ഗ്രൗണ്ടുകൾ വെച്ചുകൊണ്ട് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റൂ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിച്ചാലേ ഡൈവേഴ്സ് കിട്ടും. അപ്പൊ ഡൈവേഴ്സ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എവന്റെ അടുത്ത് പറയും, നീ മേടിച്ച് തരണ്ട, നീ അങ്ങോട്ട് വേണമെങ്കിലും കാശ് തരാം, നീ ഒഴിഞ്ഞു തന്നേരെന്ന് പറയുന്ന ഒഴിയുന്ന ഒരു ഗതികളുണ്ടാവും. ആ കാലഘട്ടത്തിലാണ് ഈ 3 പെൺകുട്ടികളെയും ഞാൻ ഒഴിയിപ്പിച്ചു. അവസാനം ഗതി കെട്ടി ഇങ്ങനെ സെറ്റിൽ ചെയ്ത് ഒഴിയിപ്പിച്ചു. ഈ 3 പേരും ഇന്ന് ബാംഗ്ലൂർ സിറ്റിയില് വിവിധ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുക.
എന്തിനാ നമ്മളിവരെ കല്യാണം കഴിപ്പിക്കുന്നത്? കല്യാണം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയപ്പെടുന്നത് ആവശ്യമുണ്ടെങ്കിൽ ആകട്ടെ. എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിതമേ ഉള്ളൂ. എന്റെ ഓഫീസ് റൂമിൽ കയറി വരുന്ന ഒരൊറ്റ സ്ത്രീയുടെ അടുത്ത് ഞാൻ നിർബന്ധിക്കത്തില്ല. കോടതികളിലും ഫാമിലി കോടതി ആക്ടുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൗൺസിലിംഗ് വേണം, മീഡിയേഷൻ വേണം. സത്യത്തിൽ ഏറ്റവും വൃത്തിയിട്ട ഒരു എഴുത്ത, ഒരർത്ഥവും ഇല്ലാത്ത എഴുത്ത നമ്മൾ നിയമത്തിൽ എഴുതി വെച്ചേക്കുക. വരുമ്പോൾ മീഡിയേഷൻ കൊടുക്കണമെന്ന്. അവര് മീഡിയേഷൻ നടത്തി പൊളിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെ മീഡിയേഷൻ നടത്തി ഒത്തീർപ്പാകും. ഒരു കുട്ടിയെ കൂടെ ആക്കിക്കൊണ്ടുവരും. പിന്നെ ഈ 2 കുട്ടിയെ അമ്മ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഈ 2 കുട്ടികളായിട്ട് വേണം അടുത്ത വേറൊരാളെ നമുക്ക് വിവാഹം കഴിക്കണമെന്ന് കഴിക്കേണ്ടത്. അതിന് വേറെ പ്രശ്നങ്ങളുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് പെൺകുട്ടികളാണെങ്കിൽ ഉണ്ടാകുന്നത് ഈ ചുറ്റുപാടാ. അപ്പൊ നമ്മളെ ഫാമിലി കോടതി ആക്ടിൽ തന്നെ മീഡിയേഷൻ കഴിഞ്ഞിട്ട് എന്തും ചെയ്തു കൊടുക്കാവൂ, അല്ലെങ്കിൽ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എന്ന് പറയാവുന്നത് തന്നെ ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അവിടെ. കാരണം കൊലപാതക ആത്മഹത്യ ഉണ്ടാവും. കൊലപാതകവും ആത്മഹത്യ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോ നല്ല കാണാൻ ഡ്രഗ്സ് ആണ്. ഞാൻ അവിടെ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ മേടിച്ചു. അവരെ വീട്ടിൽ കയറി ശല്യം ചെയ്യരുത്. എന്നിട്ട് അവൻ ചെയ്യും ഡ്രഗ്സാ. എന്നിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഒരു ദിവസം ഒരു കൊലപാതകം നടന്നാൽ നമുക്ക് ഈ സിസ്റ്റം, പോലീസുകാരൊക്കെ പറയും അത് ഞങ്ങൾ നോക്കാവുന്ന എല്ലാം നോക്കി, ഇത് ചെയ്തു, അവനെതിരെ ഒരു കേസ് എടുത്തു, ഇതൊക്കെ അവർക്ക് പറയാനുള്ളൂ. നമുക്ക് അതുകൊണ്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ കൊണ്ട് ഇതിനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിയമങ്ങളിൽ തന്നെ ഒത്തിരി ന്യൂനതയുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് ഇത് നടപ്പിലാക്കി എടുക്കാൻ പറ്റാൻ കിട്ടുന്ന സമയം ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന വലിയൊരു നിയമമുണ്ട്, ഗാർഹിക പീഡന നിയമം എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര ഇതായിട്ട് കൊണ്ട് നടക്കുന്ന. പക്ഷെ ഈ ഗാർഹിക നിയമ പീഡന ആക്ട് പ്രകാരമൊക്കെ നമ്മൾ ഓരോന്ന് ഫയൽ ചെയ്തിട്ട് കോടതിയിൽ നിന്ന് വിധിയായാൽ അത് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി ശരിയായിട്ടുള്ള പ്രൊവിഷൻ ആ നിയമത്തിൽ തന്നെ ഇല്ല. കുണ്ട്ര പടപ്പക്കരയിൽ ക്രൈം ചെയ്ത താള് മുങ്ങുന്നതാണൊക്കെ പോലീസുകാരൻ തിരക്കി പിറകെ ചെന്ന് കഴിഞ്ഞാൽ അവൻ കായലിലോട്ട് എടുത്ത് ചാടും, പിന്നെ അവനെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പിന്നെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സ്ഥലമാണ് കുണ്ട്ര പടപ്പക്കര. അതിന്റെ കാര്യം അതാണ്. ഇതേപോലെയാണ് നമ്മുടെ ഗാർഹിക നിയമം. നമ്മൾ പ്രസംഗിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഗാർഹിക പീഡന നിയമം ഇല്ലേ എന്ന് ചോദിക്കും. ആ ഗാർഹിക പീഡന നിയമത്തിന്റെ ഉപയോഗം ഇതാണ്. പിന്നെ ഫാമിലി കോടതി ഉണ്ടായിരിക്കുന്നു, സൂപ്പർ മാർക്കറ്റാ. മാഡം പറഞ്ഞ കണക്ക് ഇപ്പോ ഫാമിലി കോടതി ആക്ടിൽ ഞങ്ങൾ വിളിക്കുന്ന സൂപ്പർ മാർക്കറ്റാ. വിവാഹ സംബന്ധമായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ കേസ് ഫയൽ ചെയ്യപ്പെടാൻ പോകാം. ഒരുമിച്ച് എല്ലാം നേടിക്കൊണ്ട് വരാമെന്നാ. ആ നേടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞാണ് അവിടെ ചെല്ലുന്നത്. അവിടെയും അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ന്യൂനതകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഫാമിലി കോടതി ജഡ്ജി അറിയാലോ, ശ്രീദേവി മാഡം, ശ്രീകാര്യത്തായിരുന്നു. അവിടെ വെച്ച് കുത്തും കൊലപാതകവും ഒക്കെ നടന്നിട്ടുള്ള ഒരു മണ്ണാണ് ആ ശ്രീകാര്യത്ത് വെച്ച് നടന്നിരിക്കുന്നത്. ഞങ്ങൾ കേസിന് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്നേ. അപ്പോ ഇതിനെല്ലാം കാരണമായി മാറുന്നത് ഇതാണ്. അപ്പൊ എന്തേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഒന്ന്, നമ്മൾ റോൾ മോഡൽ പാടില്ല, അങ്ങ് ഒഴിവാക്കുക. റോൾ മോഡൽ ഒഴിവാക്കുക. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക, ഇന്നത്തെ കുട്ടികളിൽ ഒരു 90% ഞാൻ പറയുകയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസി. മാഡം പറഞ്ഞതുപോലെ അവര് എന്ത് ആകണം എന്ന് അവര് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ വിട്ടുകൊടുക്കുക. കല്യാണം കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താ? ഞാനിപ്പോ നിർബന്ധിക്കുന്നില്ല. എൻ്റെ മോളടുത്ത് കല്യാണം കഴിക്കുന്നത് കഴിക്കട്ടെ, അവർക്ക് തോന്നുമ്പോൾ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കേട്ടു. ഒരു മാഡം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാരണം അത് MD ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ പോണ്ടിച്ചേരിയിലെ ഒരു ഇതുണ്ടല്ലോ, അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഭയങ്കര മിടിക്കുകയാണ്, എല്ലാത്തിനും റാങ്കാണ്, MBBS പോലും റാങ്കാണ്. കിട്ടി ഇത് കണക്ക് അവിടെ വെച്ച് സൂയിസൈഡ് ചെയ്തു കല്യാണം കഴിഞ്ഞതിന് ശേഷം. എന്താ സംഭവിച്ച മനസ്സിലായി? അതിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അതിന് ഏതാണ്ട് ഇപ്പോൾ ഒരു 10-40 വയസ്സോളം ഉണ്ട്. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ അറിഞ്ഞു ആ കുട്ടി ഒരാളെ കണ്ടെത്തി കല്യാണം കഴിച്ചു. അത് ഇവിടുത്തെ വിപ്ലവം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥയാണ്. ഇപ്പൊ അതിന് തോന്നി കല്യാണം കഴിക്കണമെന്ന് അത് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കപ്പെടാൻ വേണ്ടി എന്റെ മോളങ്ങ് കുഴിയിലേക്ക് പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റണം. നമുക്ക് പ്രായമായി, നമ്മൾ കൊച്ചു കഥകളും കവിതകളും ഒക്കെ പറഞ്ഞു കൊടുക്കുക, എണ്ണയൊക്കെ ഇട്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ നമുക്കുള്ള മറ്റൊരു കാര്യമുണ്ട്, ഈ നമ്മൾ തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ അകത്തിയിട്ട് നമ്മുടെ ജീവിതം നല്ലതാക്കപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്ന കാശും അതും ഇതെല്ലാം നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഈ സ്വർണം മേടിച്ചു കൊടുക്കുന്ന എന്തിനാ?
സ്വർണം വേണം എന്ന് പറഞ്ഞൊരു ആള് കല്യാണം കഴിച്ചാൽ അതിനകത്ത് കുഴപ്പമുണ്ടാകും. ഞങ്ങൾ സർവേ നടത്തിയിട്ടുള്ളതാണ്. ഞങ്ങളടുത്ത് വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ഒരു തവണ ഞാൻ ഒരു ഒഴിപ്പ് കേസ്, ഈ അടുത്ത ഒരു ജംഗ്ഷനിൽ നിന്നാണ് ആ കേസ് വന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകനാണ്. ആ മകൻ ഈ ജംഗ്ഷൻ അടുത്തുള്ളതാണ്, കല്യാണം കഴിച്ചു. അത് ഒഴിപ്പിച്ച സമയത്ത് എന്റെ ഓഫീസിന്റെ മുന്നിൽ ഒരു മിനി ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നാണ് ഞങ്ങൾ കൈമാറ്റം ചെയ്തത്. 4-5 മൊബൈല്, പിന്നെ മറ്റു സാധനങ്ങള്, പണം, സ്വർണം ഉൾപ്പെടെ ഒരു ലോറിയിൽ കൈമാറ്റം ചെയ്യപ്പെടാനുണ്ടായിരുന്ന സാധനങ്ങളാണ് അവിടെ വെച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കി ഒഴിഞ്ഞത്. അപ്പം പണം കൂടുതൽ കൊടുത്തെന്ന് വിചാരിച്ചിട്ടും സ്വത്ത് കൂടുതൽ കൊടുത്തെന്ന് വിചാരിച്ചിട്ടും നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. പകരം നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാം. അതായത് 7 ലാംപ്സ് എന്നാ പറയപ്പെടുന്ന ഒരു വിവാഹ ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് സപ്തപതി എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റെപ്പ് ഹിന്ദു നിയമത്തിലുള്ളത്. അത് മതപരമായിട്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തിട്ട് 7 സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് മോഡേൺ കാലഘട്ടം ഇതിന് വേറൊരു അർത്ഥം കൊടുത്താണ് ഇപ്പം കൊണ്ടുവന്നത്. നമ്മൾ സപ്തപതി എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്തപതി കല്യാണം നടത്താറില്ല. അത് അഗ്നി കൊണ്ട് ഉണ്ടാക്കിയിട്ട് 7 പ്രാവശ്യം കളങ്ങണം. അങ്ങനെ പാടുപെട്ട് കറങ്ങിയാലേ 7 പൊരുത്തം കിട്ടുമെന്ന. ഇത് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അത് ഒക്കുമെങ്കിൽ ആ കച്ചവടം ഈ പറഞ്ഞ കണക്ക് കച്ചവട താല്പര്യം നമ്മൾ പഠിപ്പിച്ച കണക്ക് മോഡേൺ ആധുനിക ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് 7 പ്രാവശ്യം കറങ്ങും. കാരണം നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ പുക വരും. അതിപ്പോ ഇരിക്കുന്ന സമൂഹത്തിന് പറ്റിയതല്ല, നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല. അഗ്നി കൊണ്ട് ഉണ്ടാക്കിയാൽ അതും പറ്റത്തില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ നിലവിളക്കിന്റെ ചുറ്റും 7 പ്രാവശ്യം കത്തിച്ച് വെച്ചിട്ട് നമ്മള് കല്യാണം നടത്താൻ വരെ തയ്യാർ. മതപരമായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റോൾ ചെലുത്താൻ പറ്റുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള വിവാഹമേ ഉള്ളൂ. ഒന്ന്, കല്യാണം ഇന്ത്യൻ നിയമത്തിൽ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അതെപ്പോഴും ഒന്നുകിൽ മതപരമായിരിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആയിരിക്കണം. അപ്പോ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കണം. നമ്മുടെ രാജ്യത്ത് ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് രീതി വേണമെങ്കിലും കല്യാണം കഴിക്കപ്പെടാൻ വേണ്ടി ആകെ 100 രൂപ ചെലവാക്കി ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഭാര്യ ഭർത്താക്കന്മാരായി മാറുന്ന സ്ഥലത്താണ് സഹകരണ ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ ഞങ്ങൾ സഹകരണ ബാങ്കിൽ ആളുകൾ പാടുപെടുന്നത്. ഞങ്ങൾക്ക് സഹകരണ ബാങ്കിലെ ഭരണസമിതിയിലുള്ള ഞങ്ങൾ ഈ കാശ് ഈടാക്കിയെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മാഡം കാണുന്നത് എന്താ പറയാ, 2 കാര്യങ്ങൾക്ക് വേണ്ടി അവർ ലോൺ എടുക്കുന്നത്. മൊത്തം 1 വിവാഹത്തിന് വേണ്ടിയും 2 കുട്ടികളെ വിദേശത്ത് നിർത്തി പഠിപ്പിക്കപ്പെടാൻ വേണ്ടിയും. എന്നിട്ട് തകർന്ന് തരിപ്പണമായിട്ട് ഞങ്ങൾ ജപ്തി ചെയ്യേണ്ട ചുറ്റുപാടിലേക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ റിക്കവറിക്ക് പോകും. ഈ റിക്കവറിക്ക് പോകേണ്ട ഗതികേട് ഓരോ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ കരഞ്ഞു പോകും. എന്ത് ചെയ്യാനാ? പക്ഷെ സഹകരണ ബാങ്കൊക്കെ അത് പറ്റും, അത് വേറൊരു കാര്യം. ഞങ്ങള് അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിങ്ങനെ നിൽക്കുക. അതുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിനെതിരെ ഇത്ര കാര്യങ്ങളൊന്നും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് സഹകരണ പ്രസ്ഥാനത്തിനെതിരെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സഹകരണ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കല്യാണമൊന്നും നടത്താനൊട്ട് പറ്റത്തതുമില്ല. കാരണം 5 സെന്റിനൊക്കെ ഇത്രയും കാശ് നിന്ന് നിങ്ങൾ കല്യാണം നടത്തിയിട്ട് ഞങ്ങൾക്ക് കാശ് അടയ്ക്കാതിരിക്കുക. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തെയൊക്കെ നമ്മൾ കുറ്റം പറയുമ്പോഴും ഒക്കെ അതൊന്ന് ചിന്തിച്ചേക്കണം. നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് ഒട്ടയിറച്ചി വിളമ്പിയത് സഹകരണ പ്രസ്ഥാനത്തിന്റെ കാശുകൊണ്ടാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് മൊത്തം എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് സഹകരണ പ്രസ്ഥാനത്തിന് മൊത്തം കയറി എതിർക്കുകയോ പറയുകയോ ചെയ്യരുത് എന്നുള്ളതും കൂടി ഈ സമയത്ത് ഓർമ്മ വേണം. അപ്പോൾ 2 തരം കല്യാണങ്ങളാണ്. ഈ 2 തരം കല്യാണങ്ങളെ അംഗീകരിക്കപ്പെട്ടുള്ളൂ. അല്ലാതെ നാളെ വന്നിട്ട് ഞാനും ഈ സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമത്തിൽ അംഗീകാരമില്ല. അപ്പോ മതപരമായ സ്ഥാപനങ്ങൾക്ക് നല്ല റോളുണ്ട്. ഈ മതപരമായ സ്ഥാപനങ്ങളിൽ മതങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വിവാഹ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വിവാഹമോചനത്തിന്റെ എണ്ണം തുലവും കുറവ് വരുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർക്ക് ഒരു കല്യാണത്തിന് മുമ്പ് ഒരു പ്രീ കൗൺസിലിംഗ് ഉണ്ട്. അതിനൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും, എന്നിട്ടേ കല്യാണം കഴിക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഏതെങ്കിലും കരയോഗത്തിന്റെ നേതാക്കന്മാരുണ്ടെങ്കിലോ SNDPയുടെ ഉണ്ടെങ്കിലോ ജമാഅത്തിന്റെ ഉണ്ടെങ്കിലോ ഒക്കെ അവരൊന്ന് പുനർചിന്തനം ചെയ്യണം. നമ്മുടെ അവിടെ ഇതൊക്കെ നടക്കുമ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കരയോഗത്തിൽ നടക്കുന്ന, നമ്മുടെ ശാഖായോഗത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിനകത്ത് ആ കല്യാണം എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ 10 പേരെടുത്ത് പറയുക. ഒരാളെങ്കിലും ചിലപ്പോ അത് ഫോളോ ചെയ്യും. കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. നിങ്ങളതല്ല, നിങ്ങള് ഈ പറയുന്ന കണക്ക് വലിയ വണ്ടിയിൽ വന്ന അയാൾ പുതിയ വണ്ടി എടുത്ത് കൊടുക്കുമല്ലോ, 15 ലക്ഷം CC ഇട്ട് ആകെ 1000 രൂപ അടച്ചാലും 15 ലക്ഷത്തിന്റെ കാറ് കിട്ടുന്ന രാജ്യത്ത് ജീവിക്കുക.
ആ രാജ്യത്ത് 15 ലക്ഷത്തിന്റെ കാർ എടുത്ത് കരയോഗം പ്രസിഡന്റിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ശാഖാ പ്രസിഡന്റിനോ ജമാഅത്ത് അവനെ വിളിക്കാൻ വരുമ്പോൾ അതിൽ കയറി ഞെളിഞ്ഞിരുന്ന് പോകാതെ നമ്മൾ ഏതും കൂടെ നോക്കണം. ഈ പറയുന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. കൗൺസിലിംഗ് കൊടുക്കണം. കുട്ടികൾ എങ്ങനെയാണ് അവർ വിവാഹ ബന്ധത്തിൽ ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ആ വിവാഹം നടത്തുമ്പോൾ രണ്ടുപേരും ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. ഇതിനെപ്പറ്റിയൊരു ക്ലാസ്. നിസ്സാരമായല്ലേ കാര്യം? കല്യാണം ഈ പറയുന്ന കണക്ക് നമ്മൾ സ്ഥിരമായി ഇന്ന ഹാളിലെ കല്യാണം നടത്താം. പോളിസി വെട്ടുക വേണ്ട. നമുക്ക് കടലോരങ്ങളുണ്ട്, കായൽ തീരങ്ങളുണ്ട്, മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അവിടെ വിളിച്ച് വൈകിട്ട് കല്യാണം നടത്തും. 4 മണിക്ക് ലീവ് എടുക്കാതെ നമുക്ക് പങ്കെടുത്തൂടെ? 4 മണിക്ക് കല്യാണം നടത്ത്. അതിനനുയോജ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫുഡ് സർവ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ സർവ് ചെയ്യുക. വ്യത്യസ്തങ്ങളായിട്ട് സർവ് ചെയ്യാതെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തവരെ മാത്രം നിങ്ങൾ വിളിക്കുക. ആവശ്യമുള്ളവരെ വിളിക്കുക, അനാവശ്യമുള്ളവരെ വിളിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വിവാഹത്തിൽ മറ്റൊരു ക്രമമുണ്ട്. വിളിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ശക്തികുളങ്ങര, ഈ ചവറ ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊക്കെ കല്യാണം വിളിക്കുമ്പോൾ നമ്മൾ ഒരു കല്യാണം നടത്തുമ്പോൾ കുറെ കാര്യങ്ങളുടെ ചെലവ് ആ കല്യാണത്തിന് പിരിഞ്ഞു കിട്ടുന്നതാണ്. നമുക്ക് അവിടെ നിന്ന് പിരിഞ്ഞു കിട്ടും. ഇത് സത്യത്തിൽ ഒരു പണം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതൊരു സോഷ്യൽ പർപ്പസാണ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ്. അതുള്ള സ്ഥലങ്ങളിൽ ആ രീതിയിൽ കല്യാണം നടത്തണം. അവർക്ക് വരുന്നവർക്കെല്ലാം നിങ്ങൾ ഫുഡ് കൊടുക്കണം. ആ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് അത് ഞാനിപ്പോ 1000 രൂപ കൊടുത്തു, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തിരിച്ചെനിക്ക് വരും, ഇതെല്ലാം കൂടെ ഒരുമിക്കുമ്പോൾ എന്റെ മകളുടെ കല്യാണം നടക്കും എന്ന് പറയുന്ന ഒരു പോളിസി ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് ഓക്കെ, അല്ലാത്ത സ്ഥലത്ത് ഇത് വേണ്ട. അതുകൊണ്ടാണല്ലോ ഗതി കെട്ടിട്ട് നമ്മളിപ്പോ പറയുന്നത് ഗിഫ്റ്റുമായിട്ട് വരരുത്, തലേ ദിവസം പരിപാടിയില്ല, ഇങ്ങനെയൊക്കെ. ഇപ്പോ ഇത് നിങ്ങള് കല്യാണം ഉണ്ടെങ്കിൽ തലേ ദിവസം എന്റെ വീട്ടിൽ വരരുതെന്നാണ് ഇപ്പം പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ കല്യാണത്തെ കൊണ്ടുവന്ന് എത്തിച്ച് എനിക്ക് സ്വതന്ത്രമായിട്ട് മാഡത്തിന്റെ വീട്ടിലെ മകളുടെ കല്യാണത്തിന് എല്ലാം പറ്റത്തില്ല. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? തലേന്ന് പരിപാടി ഇല്ല വരല്ലേ എന്ന്. തലേന്ന് പരിപാടി നടത്താത്തതിന്റെ കാര്യം, തലേന്ന് പരിപാടി നടത്തണമെങ്കിൽ അത്രയ്ക്ക് ചെലവുണ്ട്. ഞാൻ ഒറ്റ കാശ് മേടിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊന്നും വേണ്ടാന്ന് വെച്ചേക്കുന്നത്. ഇങ്ങനെ എന്തിനാ എന്നെ ഈ ചല്യം ചെയ്യുന്നത്? എന്നെ വിളിക്കാതിരുന്നൂടെ? പിന്നെ നമ്മൾ ആധുനിക രീതിയുണ്ട്. ഈ ആധുനിക രീതി അനുസരിച്ചുകൊണ്ട് കല്യാണത്തിന്റെ ചെലവ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഈ ലെറ്ററും അടിച്ച് എൻവയോൺമെന്റൽ പ്രശ്നം ഉണ്ടാക്കി കണ്ട പേപ്പറുകളെല്ലാം അടിച്ച് കയറി എല്ലാ സ്ഥലത്തും കൊടുക്കണ്ട. നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ട് കൊടുത്ത് വിളിച്ചിട്ടൊന്ന് ഫോൺ വഴി നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ പോരെ. നമ്മൾ ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി നിങ്ങൾ വരേണ്ട കാര്യമുണ്ടോ? ഒഴിവാക്കാം. അതിനൊക്കെ ഫുഡ് നമ്മൾ ഈ യങ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കാതെ നമ്മളുടെ കൂട്ടുകാർ ഷെയർ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൂടെ? നമ്മളങ്ങ് ഏൽപ്പിക്കുക. അതുവഴി നമുക്ക് എത്ര പണം നേടാം. അത് കണക്ക് സ്വർണം, ഈ സ്വർണം കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കുക, 10 ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്താൽ 5 ദിവസം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 2 ലക്ഷം കുറയും. സ്വർണത്തിന്റെ വാല്യൂ തിരിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പണിക്കൂലി, പണിക്കുറവ് ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് അല്ലാതെ ഇപ്പം പിന്നെ ഭാഗ്യത്തിന് കുറച്ച് സ്വർണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിൽക്കുന്നവരൊക്കെ വിൽക്കുക. മാഡം പറഞ്ഞ കണക്ക് വിത്തിൻ ലിമിറ്റഡ് ടൈം 50,000 വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഉള്ളവരൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. ഇനി അതങ്ങനെ തിരിച്ചൊന്നും വരുത്തൊന്നുമില്ല, 50,000 വരും. അതുകൊണ്ട് ഇപ്പം വല്ലവരും മറിച്ചു കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ആ സ്വർണത്തിന്റെ ചിലപ്പോൾ ഒരു സംശയം തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്വർണം നമ്മൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ സ്വർണം മേടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ പോവുക. ഈ 2 ലക്ഷം രൂപ പോകുമ്പോൾ ഒരു ബാങ്കിൽ കൊണ്ട് ചെന്നിട്ടാൽ കുറഞ്ഞത് പ്രതിമാസം നമുക്ക് 1400 രൂപ നമ്മുടെ കയ്യിലിരിക്കും. 1400 രൂപ എന്ന് പറഞ്ഞാലേ ഇപ്പോ നമ്മൾ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ എത്രയാ? 1800. അവർ 1600. 2 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വയസ്സാം കാലത്തെ മരുന്ന് മേടിക്കാനുള്ള സാധനം കിട്ടും. എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നേ? ചെയ്തുകൂടെ നമുക്ക്? വണ്ടി CC ഇടും. വണ്ടി പോയില്ലെങ്കിൽ കുഴപ്പമില്ല. വണ്ടി ഈ മക്കളെ രണ്ടുപേരും പുറത്താ, എന്നിട്ടും വണ്ടി എടുത്തിടും CC ഇട്ട്. ഈ CC അടയ്ക്കുന്നതിന്റെ ആദ്യത്തെ എമൗണ്ട് പെൻഷൻ റിട്ടയർ ചെയ്തപ്പം കിട്ടിയെന്ന് കൊടുക്കും. ബാക്കിയെല്ലാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാന്ന് പറഞ്ഞ് അടച്ചുകൊണ്ടിരിക്കുക. ജീവിതകാലം മരിച്ചാലും കടം തീരാത്ത രീതിയിൽ കടം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക. അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആ അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരതനുസരിച്ച് ജീവിക്കും, നിങ്ങളെ നോക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം ധൂർത്തുകളെ ചിന്താഗതികളിലൂടെ നമ്മൾ മാറ്റിമറിക്കണം എന്നാണ് നമ്മുടെ അപേക്ഷ. പക്ഷേ നമ്മളെ ചിന്തയ്ക്ക് മുകളിൽ അതിനെ കവർന്നെടുക്കപ്പെടാൻ പോലും പല സിസ്റ്റങ്ങളും നമ്മുടെ തലയിൽ വരും. അതിനൊന്നും നമ്മൾ നിന്നു കൊടുക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്, അതും കൂടെ പറഞ്ഞ നിർത്തിയാണ്, നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ.
ഈ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണമാണ്. അതിനൊക്കെ $134 മില്യൺ ചെലവാക്കി നടത്തുന്ന കല്യാണങ്ങളാ. ഈ കല്യാണങ്ങൾ കണ്ടിട്ടും സിനിമാ നടിമാരുടെ കല്യാണങ്ങൾ കണ്ടിട്ടും ഇതേ കണക്ക് ആഗ്രഹിക്കുന്ന മക്കൾ നമ്മളെ കൂടെ ഉണ്ട്. എന്റെ മകളും പറഞ്ഞിട്ടുണ്ട്, കല്യാണം നടത്തിയാണെങ്കിൽ കല്യാണം നല്ലതായിട്ട് നടത്തണം, വേറെ ഒന്നും എനിക്ക് വേണ്ടാന്ന്. അപ്പൊ ഒരു സൈഡിൽ അംഗീകരിച്ചു, ഈ സൈഡിലേ ഉള്ള പ്രശ്നം. ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് കാശ് ചോദിക്കുന്നവനെ ഞാൻ കിട്ടത്തില്ല, കാശ് വേണമെന്ന് പറയുന്നവനെ കിട്ടത്തില്ല, എന്നെ കൂട്ടുകാരനെ കണക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അവൾ പറഞ്ഞിരിക്കുന്നത്, കല്യാണം അത് നടത്തുന്ന ഇത് നല്ല സ്ഥലത്ത് വെച്ച് നടത്തണം, ഫോട്ടോ എടുപ്പ് പ്രത്യേക രീതിയിൽ, ഇങ്ങനെ ചാടി ഓടിയൊക്കെ എടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇതൊക്കെ വേണം. ഇതൊക്കെ നമ്മൾ അല്പം മാറ്റിമറിച്ച് എടുക്കാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ നല്ലവരാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ളൊരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു.